സീറോ മലബാർ സഭയിൽ കുർബാന തർക്കം ആളിക്കത്തുകയാണ്. ഈ മാസം 18 മുതൽ നടക്കുന്ന നിർണായക സിനഡിന് മുമ്പ് സഭാ കോടതികളെ മുൻനിർത്തി ഇരുപക്ഷവും പോരടിക്കുകയാണ്. തനിക്കെതിരെയുള്ള സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഉത്തരവ് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സഭാ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മാർ പാംബ്ലാനി. എന്നാൽ വൻ തിരിച്ചടിയാണ് മാർ പാംബ്ലാനിക്ക് കിട്ടിയിരിക്കുന്നത്. പാംബ്ലാനിക്ക് അനുകൂലമായി നൽകിയ സീറോ മലബാർ സഭ സിനഡ് കോടതി ഉത്തരവ് സ്പെഷ്യൽ ട്രൈബ്യൂണൽ തിരുത്തിച്ചു. മാർ പാംബ്ലാനിയുടെ രാജി ആവശ്യപ്പെട്ട് സിനഡ് അനുകൂലികൾ രാത്രിയും പകലും ബിഷപ്പ് ഹൌസ് ഉപരോധിച്ചു. ജനാഭിമുഖ കുർബാനയ്ക്കായി അൽമായ സിനഡ് വിളിച്ച് വിമത വിഭാഗം. ഇതിനിടെ സ്പെഷ്യൽ കോടതി അംഗം ഫാദർ ഗർവാവസിസ് രാജിവെച്ചു. ശാന്തമായ കുർബാന തർക്കം വീണ്ടും തെരുവിലേക്ക് നീങ്ങുകയാണ്. ബസിലിക്ക വികാരിയായിരുന്ന ഫാദർ വർഗീസ് മണവാളനെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കണമെന്ന സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഉത്തരവ് മാർ പാംബ്ലാനി നടപ്പാക്കാതെ വന്നതോടെയാണ് വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. ഇതോടെ സ്പെഷ്യൽ ട്രിബ്യൂണൽ മാർ പാംബ്ലാനിക്കെതിരെ നടപടിക്കൊരുങ്ങി. ഈ മാസം 18-ന് ആരംഭിക്കുന്ന സിനഡിൽ ട്രിബ്യൂണൽ ഉത്തരവ് നിലനിന്നാൽ സിനഡ് സെക്രട്ടറി, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറൽ എന്നീ സ്ഥാനങ്ങൾ മാർ പാംബ്ലാനിക്ക് ഒഴിയേണ്ടി വരുമായിരുന്നു. ഇതൊഴിവാക്കാനാണ് സഭാ സിനഡ് കോടതിയെ മാർ പാംബ്ലാനി സമീപിച്ചത്. പെർമനന്റ് സിനഡ് അംഗവും കോട്ടയം അതിരൂപത മെത്രാപ്പോലിത്തയുമായ മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ ജഡ്ജിയായ കോടതി മാർ പാംബ്ലാനിക്കെതിരായ നടപടികൾ നിർത്തിവെക്കാൻ സ്പെഷ്യൽ ട്രിബ്യൂണലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇല്ലാത്ത അധികാരവുമായി ഇങ്ങോട്ട് വരണ്ടെന്നായിരുന്നു ആർച്ച് ബിഷപ്പ് മൂലക്കാട്ട് നയിക്കുന്ന സിനഡ് കോടതിയോട് ഫാദർ പാമ്പാറ നയിക്കുന്ന സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ മറുപടി. ഒപ്പം മാർ പാംബ്ലാനിക്ക് അനുകൂലമായി ഇറക്കിയ ഉത്തരവ് പിൻവലിക്കാനും സ്പെഷ്യൽ ട്രിബ്യൂണൽ സിനഡ് കോടതിയോട് ആവശ്യപ്പെട്ടു. ഒപ്പം വത്തിക്കാനെ സമീപിക്കുമെന്നും സ്പെഷ്യൽ ട്രിബ്യൂണൽ നിലപാടെടുത്തതോടെ സിനഡ് കോടതി പാംബ്ലാനി അനുകൂല ഉത്തരവ് പിൻവലിച്ചു. ഇതിനൊപ്പം പാംബ്ലാനിയുടെ രാജി ആവശ്യപ്പെട്ട സിനഡ് അനുകൂലികൾ രാത്രിയിലും ബിഷപ്പ് ഹൌസ് ഉപരോധിച്ചു. ഇതോടെ സിനഡ് ദിവസമടക്കം സീറോ മലബാർ സഭയിൽ സംഘർഷം ഉറപ്പായി.